ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വ്യാഴാഴ്ച മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കറക്കാൻ പോകുന്ന ആ ഫ്രീ സ്പിന്നാണ് ഗൈസ്. അപ്പോൾ 7 ഫ്രീ സ്പിൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതല്ല ഓക്കെ 7 ഫ്രീ സ്പിൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എപ്പിക്ക് അടിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. 250 പ്ലേയേഴ്സ് ഉണ്ട്, കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. എന്തായാലും നോക്കാം ഗൈസ്. 7 ഫ്രീ സ്പിൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചുമ്മാ ഒരു രസത്തിന് വേണ്ടി 7 ഫ്രീ സ്പിൻ എന്തായാലും ഞാൻ കറക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ടൈം തന്നെ സ്ക്വാഡ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാൻ 0 GB പ്ലേയേഴ്സിനെ കിട്ടി ചുമ്മാ കറക്കാം ഗൈസ്. എങ്ങനെ അടിച്ചാലാ? ഞാൻ ഇങ്ങനെയാണ് ഗൈസ് എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ സ്ക്വാഡ് ആക്കിയിട്ടാണ് ഞാൻ കറക്കാറുള്ളൂ. അങ്ങനെ ആകുമ്പോൾ കിട്ടാൻ കുറച്ച് ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയണ കേൾക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ടീമൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ 26 ഫ്രീ സ്പിൻ എന്തോ കിട്ടും ഗൈസ് ആ പാക്കിൻ്റെ. അപ്പോൾ 7 ഫ്രീ സ്പിൻ ഞാൻ ഓൾറെഡി എടുത്തു. 7 ഫ്രീ സ്പിന്നിൽ ഇപ്പോൾ ഞാൻ എന്തായാലും 7 ഫ്രീ സ്പിൻ എന്തായാലും കറക്കി വെക്കാൻ പോവാണ്. എന്തെങ്കിലും അടിക്കുമോ നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രീ സ്പിൻ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആണ് ഗൈസ്. അപ്പോൾ പാർട്ട് 2 നമ്മളെന്തായാലും ഫ്രീ സ്പിൻ എല്ലാ ഫ്രീ സ്പിന്നും സെറ്റാക്കിയിട്ട് മാത്രമേ ഇനി കറക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഗൈസ്, കിട്ടുമല്ലോ നോക്കട്ടെ. ഓക്കെ, പാക്ക് എവിടെയാണ്? എസ് ഗൈസ്, പാക്ക് ഇതാണ് പാക്ക്. അപ്പോൾ ഞാൻ എന്തായാലും കറക്കി നോക്കാൻ പോവാണ്. ഇതിനകത്ത് ബേസ് കാർഡ് ഉണ്ട്, 1 സ്റ്റാർ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് ഗൈസ്. പിന്നെ കുറേ ഫ്യൂച്ചർ കാർഡും ഉണ്ട്. നോക്കാം എന്തായാലും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കാര്യമൊക്കെ കിട്ടിയെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഡേവിഡിലൊക്കെ നല്ലൊരു കിടിലൻ പ്ലെയറാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഫ്രീ സ്പിൻ എടുക്കുകയാണ്. ഹെർവിഗോ എപ്പിക്കാണോ എന്നൊക്കെ നോക്കാം എന്തായാലും. ആരാണ്? അല്ല ഗൈസ്, ബേസ് കാർഡാണ്. ഓക്കെ, 1 സ്റ്റാർ വെച്ച് നമുക്ക് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. നമുക്ക് എന്തായാലും സെക്കൻഡ് സ്പിൻ എടുക്കാം. ഒത്തിരി നമ്മൾ വൈകിക്കുന്നില്ല ഗൈസ്. ഓക്കെ, സെക്കൻഡ് സ്പിൻ നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, കളർ മാറുന്നുണ്ട്. എപ്പിക്കല്ല ഗൈസ്, എപ്പിക്കല്ല. കളർ മാറിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവന്മാർ കളർ കാണിച്ച് പറ്റിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, 2 സ്റ്റാറിനെ കിട്ടിയിട്ടുണ്ട്. 1 സ്റ്റാറിന് 2 സ്റ്റാറിലേക്കൊരു നല്ലൊരു കാര്യമാണത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്പിൻ എടുക്കാം. തേർഡ് സ്പിന്നാണ്. ഹെർവിഗോ ആരാണെന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും. അപ്പോൾ ഗൈസ്, ഇതിനകത്തുനിന്ന് എപ്പിക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്നൊരു എപ്പിക്ക് എടുക്കാമല്ലോ. അപ്പോൾ 2 എപ്പിക്ക് ആവും. എന്നൊക്കെ നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ അങ്ങനെ കളർ കാണിച്ച് പറ്റിക്കൽ അവർ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഡേവിഡ് വില്ലയുടെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും കറക്കി നോക്കാം ഗൈസ്. ഡേവിഡ് വില്ലനെ വേണമെന്നുണ്ട്. അതുപോലെ തന്നെ സ്നൈഡർ കിടിലൻ കാർഡ്സാണ് അവരുടെ കൊണ്ടുവന്നേക്കണേ. ബെല്ലിറ്റ് മാത്രമാണ് 2 ഡബിൾ ബൂസ്റ്ററായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എന്തായാലും അടുത്ത സ്പിൻ എടുക്കുകയാണ് ഗൈസ്. അടുത്ത സ്പിൻ എന്തായാലും നമ്മൾ എടുക്കുകയാണ്. ഹെർവിഗോ നമുക്ക് എന്തായാലും ക്യാൻസലൊക്കെ ചെയ്ത് സ്പിൻ എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ ആരെ കിട്ടും നോക്കട്ടെ. ഹെർവിഗോ എപ്പിക്കാണ്. നോ ഗൈസ്, നോ. ഓക്കെ, വീണ്ടും 1 സ്റ്റാറിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. 1 സ്റ്റാറിൽ നിന്ന് 2 സ്റ്റാറിലേക്ക് കയറി, 2 സ്റ്റാറിൽ നിന്ന് 1 സ്റ്റാറിലേക്ക് വീണ്ടും നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നല്ല കാര്യമാണ്. കിട്ടുമെന്ന് എനിക്ക് തോന്നാനുള്ള ഗൈസ്. കാരണം 250 പ്ലേയേഴ്സിൽ നിന്നൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ അടുത്ത സ്പിൻ എടുത്തിട്ടുണ്ട്. ഹെർവിഗോ ഉള്ളിൽ പച്ച കളറുണ്ട് ഗൈസ്, പുറമെ കളറുണ്ട്, ഉള്ളിൽ പച്ച കളറുണ്ട് ഗൈസ്. ഇതാരാന്ന് നോക്കട്ടെ എന്തായാലും. എപ്പിക്കാവോ ഉള്ളിൽ കയറുമ്പോൾ? പ്ലീസ് കൊനാമി പ്ലീസ്. ഇല്ല ഗൈസ്, എപ്പിക്കൊന്നും ആയിട്ടില്ല. ഏതൊരു 22-ാം നമ്പറിനെ കിട്ടിയിട്ടുണ്ട്. ഒരു ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതൊക്കെ ആരാണ് ഗൈസ്? ഓക്കെ, ഏതൊരു ഹൈലൈറ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 2 ഫ്രീ സ്പിന്നും കൂടി ഉണ്ട്. എന്തായാലും കറക്കി നോക്കാം. ഓക്കെ, ഹെർവിഗോ ഞാൻ എന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആരാന്നൊക്കെ നോക്കാം എന്തായാലും. ബേസ് കാർഡാണ് ഗൈസ്. മേളിൽ കമ്പിത്തിരിയൊക്കെ കത്തുണ്ടെങ്കിലും ബേസ് കാർഡാണ്. വൈ കൊനാമി വൈ. നോക്കട്ടെ ആരാണ്. 1 സ്റ്റാർ ആയിരിക്കും. യെസ് ഗൈസ്, 1 സ്റ്റാറാണ്. വീണ്ടും 1 സ്റ്റാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കുറേ 1 സ്റ്റാർ ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഫ്രീ സ്പിൻ എടുക്കുകയാണ്. ഒരു ഹൈലൈറ്റ് കാർഡ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല ഗൈസ്, ഞാൻ കളിപ്പിക്കൊന്നുമില്ല. ഓക്കെ, അടുത്ത ലാസ്റ്റ് സ്പിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സ്പിന്നാണ്. ഹൊനാമി പ്ലേസ്. ഹെർവിഗോ ഗൈസ്, ബേസ് കാർഡാണ്. ഓക്കെ, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും 2 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള കേസ് വീഡിയോ. അപ്പോൾ നമ്മളിതിൻ്റെ പാർട്ട് 1 ആണ് കേസ് ഇത്. അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രീ സ്പിന്നൊക്കെ ഉണ്ടാക്കി നമ്മൾ എന്തായാലും പാർട്ട് 2 എന്തായാലും ഇടാം ഗൈസ്.
ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് എനിക്ക് കിട്ടിയ പ്ലെയർ എവിടെ നിന്നാണ് കിട്ടിയത് ഗൈസ്? ഏറ്റവും അവസാനം കിടക്കുന്ന ഹൈലൈറ്റിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നമ്മളെന്തായാലും ഇനി അടുത്ത ഫ്രീ സ്പിന്നൊക്കെ ഉണ്ടാകണം ഗൈസ്. ഇനി മിക്കവാറും അടുത്ത വീക്കൊക്കെ ആയാലാണ് അടുത്ത ഒബ്ജക്റ്റീവൊക്കെ അവർ ആഡ് ചെയ്യുള്ളൂ എന്നാണ് തോന്നണേ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ. ബൈ ഗൈസ്.